ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതിനായി വലതുവശത്ത് താഴെയായുള്ള ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്ത് കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഇയ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൺസ്യൂമർ കോർട്ടിനെ പറ്റിയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ബിൽ സഹിതം ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കാൻ ചെന്നെങ്കിൽ ആ ഒരു ഐറ്റത്തിന്, ആ ഒരു വസ്തുവിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ ചെന്നെങ്കിൽ നമുക്ക് ആ മേടിച്ച സ്ഥലത്ത് കൊണ്ടുപോയി ഇന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ ഒരു പ്രശ്നം അവർ അപ്പോൾ തന്നെ പരിഹരിച്ച് തന്നില്ലെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്ടുമായി ബന്ധപ്പെടാം. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും കൺസ്യൂമർ കോർട്ടിൽ പരാതിപ്പെടുമ്പോൾ നമുക്ക് നഷ്ടപരിഹാരം അത് മുഖേന കിട്ടുമെന്ന്. പക്ഷെ പലർക്കും അറിയില്ല അതെങ്ങനെ ചെയ്യാമെന്ന്. ഓൺലൈൻ വഴി കൺസ്യൂമർ ഫോം ഫില്ല് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് രേഖപ്പെടുത്താനായിട്ട് ഒരു സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ പല സൈറ്റുകളുണ്ട്. ചിലത് പൈസ കൊടുത്ത് ചെയ്യേണ്ടതാണ്. നിങ്ങൾ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പേയ്മെന്റ് ഉള്ള സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു കോൾ ബാക്ക് നിങ്ങൾക്ക് വരും. അതിന് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമായിരിക്കും ആ ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പറയാൻ പോകുന്നത് ഒരു സൈറ്റിനെ പറ്റിയാണ്. അതായത് പേയ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് സ്വന്തമായിട്ട് ഒരു കേസ് എങ്ങനെ ഫയൽ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ consumerhelpline.gov.in എന്ന സൈറ്റ് എടുക്കുക. അതിൽ കൺസ്യൂമർ കേസ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് താഴേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് കാണാം. ആ ഒരു സൈറ്റ് എൻ്റെ അഡ്രസ് നോക്കുക, consumerhelpline.gov.in ആണ്. അപ്പോൾ ഇതാണ് ആ ഒരു സൈറ്റ് വരുന്നത്. ഇതിന് നമുക്ക് വാട്സപ്പ് ത്രൂ ഇതുപോലെ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വാട്സപ്പിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ത്രൂ ആണ്. അതുപോലെ തന്നെ ഇവർക്ക് ആപ്പ് ഉണ്ട്, NCH എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതിൽ നിന്നും നമുക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യുമാങ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സൈറ്റ് ത്രൂ ആണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രജിസ്റ്റർ ഓൺലൈൻ ഹിയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൽ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസ്യൂമർ രജിസ്ട്രേഷൻ ഫോം കിട്ടും. അതിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കോൺടാക്ട് നമ്പർ, ഇമെയിൽ, പിന്നെ ഈ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ്, ഇതൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ മെയിൽ ID, പാസ്വേഡ് വെച്ച് സൈൻ ഇൻ ചെയ്യാം. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അത് എഗ്രി ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീവൻസ് രജിസ്ട്രേഷൻ ഫോം കാണാം. ലെഫ്റ്റ് സൈഡിൽ മെനു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് കാണാം. രജിസ്റ്റർ ഗ്രീവൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു സൈറ്റിൽ നമ്മൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് പെൻഡിങ് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റസ് ഇപ്പോഴും പെൻഡിങ് ആണ്. ഏകദേശം 45 days ഒക്കെ എടുക്കുമെന്ന് പറയുന്നുണ്ട്. 45 days കഴിഞ്ഞിട്ട് ഇതിന്റെ റിപ്ലൈ കിട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാന്നാണ് ഇതിൽ പറയുന്നത്. ഗ്രീവൻസ് രജിസ്ട്രേഷൻ ഫോം എടുക്കുക. ഇതായത് തന്നെ അതിന്റെ ടൈപ്പ് ഉണ്ട്. അത് ഗ്രീവൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഗുഡ്സിന് എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്, സിറ്റി, അതുപോലെ തന്നെ പല ഇൻഡസ്ട്രീസും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് ഇൻഡസ്ട്രി ആണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ മേടിച്ച പ്രൊഡക്റ്റിന്റെ ഇൻഡസ്ട്രി ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഇൻഡസ്ട്രി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് ഏത് കാറ്റഗറിയിലാണോ പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മൊബൈലാണോ ലാപ്ടോപ്പാണോ, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ലാപ്ടോപ്പിന്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ ആ ലാപ്ടോപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് കമ്പനിയുടെ ആണെന്നുണ്ട് ഓട്ടോമാറ്റിക്കലി അതിൽ കാണിച്ചു തരും. അപ്പോൾ ആ ഒരു കമ്പനി നമ്മൾ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ മോഡല്, അതുപോലെ തന്നെ വാറന്റി ഉണ്ടോ, അതിന്റെ എമൗണ്ട് എത്രയാണ് നമ്മൾ പേ ചെയ്തത്, അതായത് നമ്മുടെ ബില്ലിലുള്ള എമൗണ്ട് വേണം നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ. അതേപോലെ തന്നെ അതിന്റെ സീരിയൽ നമ്പർ വേണം. ഇമ്പോർട്ടന്റ് ആണ് അത് ചെക്ക് ചെയ്യണമെങ്കിൽ സംഭവം. പിന്നെ നമ്മൾ ഏതെങ്കിലും സർവീസ് സെന്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും അതിന്റെ അഡ്രസ്സും നമ്മൾ അവിടെ അടിച്ചു കൊടുക്കണം. പിന്നെ നേച്ചർ ഓഫ് കംപ്ലൈന്റ് എന്ന ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി ഒരു ചെറുതായിട്ടുള്ള ഒരു ഡീറ്റെയിൽ നമ്മൾ അവിടെ കൊടുക്കണം. ഇതിൽ ഏറ്റവും ലാസ്റ്റ് റെഡ് സ്റ്റാർ കാണാം. ആ ഒരു ഫീൽഡുകളെല്ലാം നമ്മൾ കമ്പൽസറി ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഇൻവോയ്സ്, ബില്ല്, അതുപോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽ നമുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അത്
അറ്റാച്ച് ചെയ്യുന്ന ഓപ്ഷനും അതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച ബില്ല് എന്തായാലും ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ കംപ്ലൈന്റ് ഉള്ളതിന്റെ ഒരു ഫോട്ടോയും ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ ഇത് സർവീസ് സെന്റർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ജോബ് ഷീറ്റിന്റെ ഒരു കോപ്പി ഉണ്ടാവും, അതും ഇതിൽ അറ്റാച്ച് ചെയ്താൽ നമുക്ക് ബെറ്റർ ആയിരിക്കും. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ ആ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ആവും. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അതുപോലെ ഇത് വാട്സാപ്പിലും നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവിടെ വാട്സാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിലേക്ക് നേരിട്ട് പോകും. പിന്നെ ജസ്റ്റ് ഒരു ഹായ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് റിപ്ലൈ തരും. അപ്പൊ അതിൽ ഏതാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ട് റിപ്ലൈ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാറ്റസും ഇതിൽ അറിയാൻ പറ്റും. രജിസ്റ്റർ ഇവന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചെന്ന ആ ഫോമിലുള്ള പോലെ ഓരോന്ന് ഇതിൽ സെലക്ട് ചെയ്യണം. ആദ്യം കുറച്ച് ഓപ്ഷൻസ് ഒന്നും വരാം, അതിലില്ലാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഓരോന്ന് സെൻഡ് ചെയ്തിട്ട് വേണം ഓരോന്ന് സെലക്ട് ചെയ്യാൻ. ഇത്തിരി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് വാട്സാപ്പിലാകുമ്പോൾ. മറ്റേതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എല്ലാവരും ഈ ഒരു സൈറ്റിന്റെ അഡ്രസ് ഒട്ടുവെക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിപ്പോ ബിൽ സഹിതം എവിടെന്നെങ്കിലും ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കംപ്ലൈന്റ് വരാനിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പക്കൽ നിന്ന് ഒരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ കൊടുത്ത കംപ്ലൈന്റ് എന്തെങ്കിലും റിപ്ലൈ വരാനിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന് പേയ്മെന്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇതിപ്പോ നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളൊന്നും വ്യക്തത ആയില്ലെങ്കിൽ അത് നമ്മളെ കോൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതും അയച്ചു കൊടുക്കേണ്ടി വരും. അത് ഒരു വിളിക്കാന്ന് ചിലപ്പോ മലയാളത്തിൽ തന്നെ ആവുന്നില്ല, ഇംഗ്ലീഷ് ആവാം, ഹിന്ദി ആവാം. അപ്പോൾ ബെറ്റർ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഇടയ്ക്ക് ഈ സൈറ്റ് ലോഗിൻ ചെയ്തിട്ട് അതിന്റെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. 45 ദിവസമാണ് അവർ പറയുന്നത്. അതിനുള്ളിൽ റിപ്ലൈ വരുന്ന വിചാരിക്കും. എൻസിഎച്ചിന്റെ ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഈ സെയിം യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലും അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആപ്പ് ത്രൂ നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ആപ്പിൽ ചില സമയങ്ങളിൽ എറേഴ്സ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ ചെയ്താൽ മതി എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് ആപ്പ് മുഖേന പെട്ടെന്ന് സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.